നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് ആരംഭിച്ചതാണെങ്കിലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത എപ്പിസോഡിലോട്ട് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ലേയിലേക്കുള്ള യാത്രാമധ്യയാണ്. കാർഗിൽ വാർ മെമ്മോറിയൽ കണ്ട് നമ്മൾ മുമ്പോട്ട് യാത്ര തിരിക്കുമ്പോൾ കാർഗിൽ പട്ടണമാണ് നമുക്ക് താഴെ കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് കാർഗിൽ ഗാംബ ബുദ്ധ മൊണാസ്ട്രിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 11,495 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 9 മീറ്റർ ഉയരമുള്ള മൈത്രേയ ബുദ്ധ പ്രതിമ ഇതിനുള്ളിലുണ്ട്. 800 വർഷം പഴക്കമുള്ള 2 ഗോമ്പകൾ ഇതിനുള്ളിലുണ്ട്. കാർഗിൽ ജില്ലയിലെ NH1 കാർഗിൽ ലേ ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ മഠത്തിന് വലിയ പ്രാർത്ഥനാ ചക്രങ്ങളുണ്ട്. കൂടാതെ ക്ലിഫ് മൊണാസ്ട്രിയിലേക്കുള്ള വഴിയിൽ കാഴ്ചകൾ മനോഹരമാണ്. ഗോംബ എന്നാൽ ആശ്രമം എന്ന് തന്നെയാണ് അർത്ഥം. എന്നാൽ ഒരു ആശ്രമം പൊതുവെ സന്യാസിമാരുടെയോ സന്യാസ്ത്രീകളുടെയോ ഒരു സമൂഹമാണ്. ഇതിന് വിപരീതമായി ടിബറ്റൻ ബുദ്ധമത ധ്യാന കേന്ദ്രങ്ങളെ പരാമർശിക്കാൻ ഗോംബ എന്ന് ഉപയോഗിക്കുന്നു. അതിമനോഹരമായ കാഴ്ചകളാണ് മൊണാസ്ട്രിക്ക് ചുറ്റും നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു കുന്നിന് കീഴെയാണ് ഒരു അമ്പലമെങ്കിൽ മറ്റേ അമ്പലം കുന്നിന് മുകളിലാണ്. അതിന് സൈഡിലൂടെയുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ടിബറ്റൻ പ്രെയർ ഫ്ലാഗുകളാണ് ഈ പാറിപ്പറക്കുന്നത്. പ്രെയർ ഫ്ലാഗുകൾ നമ്മളിവിടെ വണ്ടികളിലും ബസ്സുകളിലും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഏത് സമയവും ഇതുപോലെ ധൂപം കത്തിച്ച് നല്ല സുന്ദരമായ സുഗന്ധം ഒഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ പ്രെയർ ഫ്ലാഗുകൾ ഇവിടുത്തെ കളർ കോമ്പിനേഷനും ഒക്കെ വളരെ മനോഹരമാണ്. നമ്മൾ പലയിടത്തും അത്യാവശ്യം കൂർഗിലെങ്കിലും പോയിട്ടുള്ളവർക്ക് ടിബറ്റൻ മൊണാസ്ട്രിയുടെ ഒരു രീതികളും അവിടുത്തെ ഒരു ചിട്ടക്കൂടും അവിടുത്തെ കളർ കോമ്പിനേഷനും എല്ലാം വ്യക്തമായിരിക്കും. അവിടുന്ന് നമ്മൾ യാത്ര തുടരുകയാണ്. യാത്ര തുടർന്ന് കഴിയുമ്പോൾ നല്ല മനോഹരമായ പാതകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നംകീല പാസ് വഴിയാണ്. ഇന്ത്യയിലെ ലഡാക്ക് ജില്ലയിലെ ഹിമാലയത്തിലെ സസ്കാർ നിരകളിൽ 3700 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത പാതയാണ് നംകീല. ശ്രീനഗർ ലേ ഹൈവേ ഇതിലൂടെ കടന്നു പോകുന്നു. കാർഗിലിനും ലേയ്ക്കും ഇടയിലുള്ള 2 ഉയർന്ന ചുരങ്ങൾ ഒന്നാണ് നംകീല പാസ്. അപ്പോൾ നംകീല പാസിലൊക്കെ വിജനമാണ്. അവിടെ ഒന്നും ഈ പറഞ്ഞ പോലെ മരങ്ങളോ കടകളോ ജനത്തിരക്കോ ഒന്നുമില്ല. ഇതൊക്കെ നമ്മുടെ പാകിസ്ഥാനും മറ്റ് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾക്ക് അടുത്തായതിനാൽ ഭയങ്കര തന്ത്രപ്രധാനമായ മേഖലയാണ്. നമ്മുടെ ആർമിയുടെ സുരക്ഷയ്ക്കുള്ളിലാണ് എന്ന് കരുതി നമുക്കിവിടെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നുകയോ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യാതെ നമ്മൾ സമാധാനപരമായിട്ട് യാത്ര തുടരുക ചെയ്യുന്നത്. ചുറ്റും ഒരേ ഇതുപോലത്തെ മൊട്ടക്കുന്നുകളും ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത മലനിരകളും ഒക്കെ ആയിട്ട് അവിടെ. പക്ഷെ നല്ല വീതിയുള്ള നല്ല വൃത്തിയുള്ള റോഡ്, ഇതുപോലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ, ഇതുപോലെ നമ്മുടെ കറണ്ടിൻ്റെ കമ്പികൾ, അങ്ങനെ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ കാണാനുള്ളത്. നിങ്ങൾ താഴത്തോട്ട് നോക്കുമ്പോൾ നല്ല അഗാധമായ ഗർത്തമാണ്. നമ്മൾ ഈ സിനിമയിലും ഇവിടെ കാണുന്ന പോലെ പ്രത്യേക തരമുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. വശ്യമായ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതുവരെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുകയോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് നമ്മുടെ ആദ്യത്തെ അനുഭവമായിട്ട് വളരെ രസമായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്തത്. ഈ യാത്രയിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി വരെയുള്ള കാഴ്ചകളെ കാണാൻ എന്താകും എന്നുള്ള ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. പുതിയ പുതിയ കാഴ്ചകൾക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷെ ഓടിയിട്ടും ഇവിടെ സ്ഥലങ്ങൾ ഓടിത്തീരണില്ലാത്ത പോലത്തെ ഒരു അനുഭവമാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കതൊരു മടുപ്പ് അനുഭവപ്പെടുകയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ യാത്ര പോകുമ്പോൾ BROയുടെ ബ്രോ എന്നാണല്ലോ, അവരുടെ ഓരോ ഫലകങ്ങളും അവരുടെ ഓരോ എംബ്ലങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ ഇവിടെ ബോർഡർ റോഡിൽ പണികൾ ചെയ്യുന്നത്, അതിനെ പരിപാലിക്കുന്നത്. ഇത് റോഡ് പണിത് അവർ ഉപേക്ഷിച്ച് പോവുകയല്ല. അതിനുശേഷം ഒരു ചെറിയൊരു കല്ല് വീണാൽ പോലും എടുത്തു മാറ്റാനും തൂത്ത് വൃത്തിയാക്കാനും അവിടെ ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ചിലപ്പോൾ പട്ടാളക്കാർ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാത്തത്. പട്ടാളക്കാരാണോ അതോ വേറെ ജോലിക്കാരാണോ എന്നും നമുക്കറിയില്ല. പട്ടാള കോസ്റ്റ്യൂമിലേക്കാണ് പലരെയും കാണപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ഹെയർ പിൻ വളവുകളുടെ ഒരു ഭീകരത. ഇത്രയും വലുപ്പം ആണ് ഓരോ ഹെയർ പിൻ ബെൻഡുകൾക്കും ഉള്ളത്. മണ്ണിടിയാതിരിക്കാൻ കെട്ടിയിരിക്കുന്ന വോൾ. ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ലാമായൂരു എന്ന ആശ്രമമാണ്. ലേയിൽ നിന്ന് ഏകദേശം 127 കിലോമീറ്റർ പടിഞ്ഞാറ് ശ്രീനഗർ ലേ ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലഡാക്കിലെ തന്നെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ആശ്രമങ്ങളിൽ ഒന്നാണ്.
ആശ്രമത്തിന് ചുറ്റുമുള്ള സവിശേഷപരമായ ഗർത്തങ്ങൾ പോലുള്ള ഭൂമിശാസ്ത്രപരമായ രൂപങ്ങൾ കാരണം ലാമായൂരു ലഡാക്കിലെ ചന്ദ്രഭൂമി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ചന്ദ്രന്റെ ഉപരിതലവുമായി സാമ്യമുള്ള ഭൂപ്രകൃതി കാരണം ഈ പ്രദേശത്തെ ചന്ദ്രഭൂമി എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ചെല്ലുന്നത് ഗാൽസ എന്ന് പറഞ്ഞ പട്ടണത്തിലേക്കാണ്. ഇന്ത്യയിലെ ലഡാക്കിലെ ഗാൽസ വിഭാഗക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഗാൽസ. ലേ നഗരത്തിൽ നിന്ന് 95 കിലോമീറ്റർ അകലെ കാർഗിലിലേക്കുള്ള പഴയ പ്രധാന റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഇരുമ്പ് പാലത്തിലൂടെ സിന്ധു നദിയെ മുറിച്ചു കടന്ന് നമ്മൾ ലേയിലേക്ക് കടക്കുകയാണ്. ഈ മാർക്കറ്റ് ഒരു സുപ്രധാന സാമ്പത്തിക സാമൂഹിക കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ബേക്കറികളും സൂപ്പർ മാർക്കറ്റുകളും ചെറിയ തുണിക്കടകളും ഒക്കെ ആയിട്ട് ഉള്ള പ്രദേശം തന്നെയാണ്. ഇവിടെയുള്ള ആളുകൾ ചെറിയ ഒരു ലഡാക്കി മുഖച്ഛായ അല്ലെങ്കിൽ ഒരു നേപ്പാളി മുഖച്ഛായ ഉള്ള ആൾക്കാരാണ് എന്ന് മാത്രം. ചില്ലുകൂട്ടിലിരിക്കുന്ന ബേക്കറി ഐറ്റംസും മറ്റു സാധനങ്ങളൊക്കെ നോക്കി ഞങ്ങളതിൽ നടക്കുകയാണ്. ചെറിയ സൂപ്പർ മാർക്കറ്റിലും കാണാം. അങ്ങനെ നമ്മൾ യാത്ര തുടരുമ്പോൾ ഇതൊരു ആർമി ബേസ് ക്യാമ്പിന് സമാന്തരമായിട്ടുള്ള പാതയിലാണ് പോകുന്നത്. ഇവിടെ പുഴയുടെ നടുക്ക് ഉയർന്ന പാറയ്ക്ക് മുകളിൽ ഒരു പാറ്റൻ ടാങ്ക്, ഒരു പീരങ്കി പാകിസ്ഥാൻ ഭാഗത്തോട്ട് തിരിച്ചു വെച്ചേക്കുന്നത് കാണാൻ കൗതുകമുണ്ടായി. നമ്മുടെ യാത്രകൾ തുടരുകയാണ്.